അനീതി വെളിച്ചത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സ്കിറ്റ് അവതരണവുമായി വൈദിക വിദ്യാർത്ഥികൾ. പാഷനിസ്റ്റ് സഭയുടെ വൈദിക വിദ്യാർത്ഥികളാണ് തേവര സെന്റ് ജോസഫ് പള്ളിയിൽ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സ്കിറ്റ് അവതരിപ്പിച്ചത്. വഖഫ് നിയമത്തിന്റെ പേരിൽ മുനമ്പത്തെ 600ഓളം കുടുംബങ്ങളാണ് കുടിയേർക്ക് ഭീഷണി നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് വഖഫ് നിയമത്തിന്റെ അനീതി വെളിച്ചത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ പാഷനിസ്റ്റ് സഭയുടെ വൈദിക വിദ്യാർത്ഥികൾ സ്കിറ്റ് അവതരിപ്പിച്ചത്. ഇവിടെ മുനമ്പത്ത് ആർക്കും ഭൂമി വിൽക്കാനോ മേടിക്കാനോ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, കരമടക്കാൻ പറ്റുന്നില്ല. പലരുടെയും പഠനം മുടങ്ങി, കല്യാണം മുടങ്ങി, വീട് പണി മുടങ്ങി. നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലടി, നമ്മൾ ഒഴിഞ്ഞു പോകണമെന്ന്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിയുന്നത്ര ജനങ്ങളിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ എത്തിക്കുകയാണ് സ്കിറ്റിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് പ്രൊവിൻഷ്യൽ ഫാദർ തോമസ് ഏനാമറ്റത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും നിലനിൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കഴിയുന്നത്ര ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക, എന്താണ് അവരുടെ ജനങ്ങളുടെ ദുരിതമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അവരോടൊപ്പം നാം എല്ലാവരും കൈകോർക്കണം എന്നുമുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഒരു ആഹ്വാനമാണ് ഇതിലൂടെ. ഇന്ത്യ ജയിക്കണം, ഇന്ത്യ ഭരണഘടന ജയിക്കണം, ഭരണഘടനയ്ക്ക് മുകളിലായിട്ട് ഒരു നിയമവും നിലനിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശവുമാണ് ഇതിലൂടെ കൈമാറുന്നത്. ലത്തീൻ സമുദായം നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പര്യാലോചനയിലാണ് സമുദായമെന്നും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ മാത്രമേ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിന് മുന്നോക്ക ശ്രേണിയിലെത്താൻ സാധിക്കുകയുള്ളൂവെന്നും ഇടവക വികാരി ഫാദർ ജൂഡിസ് പനക്കൽ പറഞ്ഞു. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സമുദായത്തിൽ ഇന്ന് നടമാടുന്ന പ്രത്യേകിച്ച് ലത്തീൻ സമുദായം പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും അവർ നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പര്യാലോചനയിലാണ് ഇന്നത്തെ സമുദായം. പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെ മാത്രമേ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിന് ഉന്നത ശ്രേണിയിൽ എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. സംവരണം നോക്കി നിന്നിട്ടും കാര്യമില്ല എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതോടൊപ്പം വിദ്യാഭ്യാസത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഉന്നത ശ്രേണിയിലേക്ക് നടന്നു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് മെറിറ്റ് ഈവനിങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് എല്ലാ വർഷവും തേവര സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ജൂഡ് ഷ്രൈൻ KLCയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. മുനമ്പം ജനതയുടെ ജീവിത സാഹചര്യങ്ങളെ ആസ്പദമാക്കി അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം ഓരോ പ്രേക്ഷകരുടെയും ഹൃദയങ്ങളിലേക്കാണ് ആഴ്ന്നിറങ്ങിയത്. ശരിക്കും എന്റെ നാടിന്റെ യഥാർത്ഥ മുഖമാണ് ഇവിടെ കണ്ടത്. ഇന്ന് എനിക്ക് ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഭീകരമുണ്ട്. കാരണം ഒരു കിടപ്പാടം നഷ്ടപ്പെട്ടൊരവസ്ഥ വളരെ വേദന നിറഞ്ഞതാണ്. എൻ്റെ അപ്പച്ചൻ കടലിനോട് മല്ലിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഭവനമാണ് എനിക്കുള്ളത്. എന്റെ അപ്പച്ചൻ ജീവനോടെ ഇല്ല. എൻ്റെ അപ്പച്ചനും അമ്മച്ചി അന്തി ഉറങ്ങുന്ന ആ ഇടവകയും ആ ഇടവക പരിസരമെല്ലാം ഇന്ന് ഈ വഖഫ് എന്ന നിയമത്തിന് മുന്നിൽ വേദനയോട് കൂടിയാണ് നിൽക്കുന്നത്. ഷിക്കീന ന്യൂസ്, കൊച്ചി.